നേരത്തെ സൂചിപ്പിച്ചു 1912 ശ്രീനാരായണ ഗുരു ഇവിടെ ഈ ആശ്രമ നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം വാങ്ങിയത് എന്ന്. 1914 കൂടിയാണ് ആശ്രമ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുന്നത്. ആശ്രമത്തിൽ അന്ന് ഈ നദിയുടെ തീരത്ത് ഒരു പർണശാല സ്ഥാപിച്ച് ഗുരു നദിയിലേക്ക് നോക്കി അങ്ങനെ തൻ്റെ സ്വരൂപമായൊരു മൗനത്തിൽ അമർന്ന് ഗുരു അങ്ങനെ ഇരിക്കുമായിരുന്നു എന്നാണ് ജീവചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1914 കൂടി തന്നെ ഗുരു മറ്റൊരു മഹത്തായ സ്ഥാപനത്തിനു കൂടി ഇവിടെ രൂപം നൽകി. അതൊരു സംസ്കൃത വിദ്യാലയമായിരുന്നു. അക്കാലത്ത് ഇന്ന് കേരളമായി തീർന്നു കിടക്കുന്ന ഈ ഭൂമിയിൽ ആകെ 2 സംസ്കൃത വിദ്യാലയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ രാജാവിൻ്റെ കീഴിലും മറ്റൊന്ന് തൃപ്പൂണിത്തറ കൊച്ചി രാജാവിൻ്റെ കീഴിലും. ഈ 2 വിദ്യാലയങ്ങളിലും പ്രവേശനം നൽകിയിരുന്നത് ഹിന്ദുമതത്തിലെ സവർണരായിട്ടുള്ള കുട്ടികൾക്ക് മാത്രമായിരുന്നു. അപ്പോൾ മറ്റ് അവർണരായ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ മറ്റ് മതങ്ങളിൽപ്പെട്ട കുട്ടികൾക്കും സംസ്കൃതം പഠിക്കുന്നതിനൊരു പൊതുവിദ്യാലയം അക്കാലത്തുണ്ടായിരുന്നില്ല. എന്നാൽ ഗുരു ഇവിടെ നടത്തിയ സംസ്കൃത വിദ്യാലയത്തിൽ ജാതി മതഭേദമന്യേ എല്ലാ കുട്ടികൾക്കും പ്രവേശനം നൽകുകയും അങ്ങനെ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്നു ചേർന്ന ഏതാണ്ട് 60-ൽ പരം വിദ്യാർത്ഥികൾ ഇവിടെ താമസിച്ചുകൊണ്ട് സംസ്കൃതം പഠിപ്പിക്കുകയും ചെയ്തു. ആ സംസ്കൃത വിദ്യാലയത്തിൽ അധ്യാപകരായിട്ട് ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാരെയാണ് ഗുരു നിയോഗിച്ചത്. രാമൻ ഗുരുക്കൾ എന്നറിയപ്പെടുന്ന ആളായിരുന്നു പ്രധാന അധ്യാപകൻ. തലശ്ശേരി സ്വദേശിയായ രാമൻ ഗുരുക്കൾ വലിയ പണ്ഡിതനും ശ്രീനാരായണ ഗുരുദേവൻ തന്നെ വലിയ ഗുരുക്കളെന്ന് വിളിച്ചിരുന്ന ആളുമാണ്. ഈ രാമൻ ഗുരുക്കൾ പിന്നീട് അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം സന്യാസം സ്വീകരിക്കുകയും ശ്രീനാരായണ ഗുരുദേവനിൽ നിന്ന് തന്നെ സന്യാസം സ്വീകരിച്ച് ആത്മാനന്ദ സ്വാമികളായി തീർന്നു. മലയാള സാഹിത്യ നിരൂപണ രംഗത്തും സ്വതന്ത്ര ചിന്തയുടെ മണ്ഡലത്തിലും യുക്തിവാദി പ്രസ്ഥാനത്തിലുമെല്ലാം അതിൻ്റെയൊക്കെ ഒരു തലതൊട്ടപ്പൻ എന്ന് വിളിക്കാവുന്ന കുറ്റിപ്പുഴ കൃഷ്ണപിള്ള തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് ഗുരു സ്ഥാപിച്ച സംസ്കൃത വിദ്യാലയത്തിലെ അധ്യാപകനായിട്ടായിരുന്നു. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള തൻ്റെ സ്മരണമഞ്ജരി എന്ന ഗ്രന്ഥത്തിൽ ശ്രീനാരായണ ഗുരു എന്നൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഗുരുവിൻ്റെ ജീവചരിത്രകാരനായ കോട്ടുകോയിക്കൽ വേലായുധൻ ഇവിടുത്തെ അധ്യാപകനായിരുന്നു. അതുപോലെ ഗുരുദേവൻ്റെ സന്യാസ ശിഷ്യനായി പിന്നീട് മാറിയ അയ്യപ്പൻ പിള്ള എന്ന സത്യവ്രത സ്വാമികളും ഇവിടുത്തെ അധ്യാപകനായിരുന്നു. അങ്ങനെ വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരെയാണ് ഗുരു ഇവിടെ നിയോഗിച്ചിരുന്നത്. അവർക്ക് അവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ പല ജാതിയിലും മതത്തിലും പെട്ടവരായതുകൊണ്ട് അവരവരുടെ ദൈനംദിന കൃത്യങ്ങളും പഠനങ്ങളും എല്ലാം ഒന്നിച്ച് നടത്തുമ്പോഴും ഒരു പ്രാർത്ഥന ഒന്നിച്ച് ചൊല്ലുവാനായിട്ട് അന്ന് ഉണ്ടായിരുന്നില്ല. എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസത്തിന് കോട്ടം തട്ടാത്ത നിലയിൽ ഒന്നിച്ചു ചൊല്ലാൻ കഴിയുന്ന ഒരു പ്രാർത്ഥന അക്കാലത്ത് മലയാളത്തിലോ സംസ്കൃതത്തിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറവ് ഗുരു നികത്തിയത് ദൈവദശകമെന്ന പ്രാർത്ഥനാഗീതത്തിൻ്റെ രചനയിലൂടെയാണ്. ദൈവദശകം ഒരു സർവമത പ്രാർത്ഥനയാണ്. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ എന്നുള്ള ആ ആരംഭം മുതൽ ആഴമേറുന്നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖമെന്ന് പറയുന്നിടത്ത് വരെ അവിടെ എവിടെയും ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അടയാളങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. ഏവർക്കും സ്വീകാര്യമായ ഒരു ഈശ്വര പ്രാർത്ഥനയായിട്ടാണ് ദൈവദശകം ഗുരു രചിച്ചിരിക്കുന്നത്. അതപ്പോൾ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചാണ്. ഇവിടെ വെച്ചായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ്റെ 60-ാം പിറന്നാൾ ആഘോഷം നടന്നത്. ആഘോഷം അങ്ങനെ വലിയ ആർഭാടമായിട്ടൊന്നും നടത്താൻ ഗുരു അനുമതി നൽകിയില്ല. ആ സന്ദർഭത്തിലാണ് 1916 ശ്രീനാരായണ ഗുരുദേവനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വ്രതം നോറ്റിരുന്നുകൊണ്ട് മഹാകവി കുമാരനാശാൻ ഗുരുവിനെ സ്തുതിച്ചുകൊണ്ട് ഗുരുസ്തവം എന്ന കൃതി ഗുരുവിൻ്റെ ഷഷ്ടിബ്ദപൂർത്തി ഉപഹാരമായി എഴുതി സമർപ്പിക്കുന്നത്. ആലുവ അദ്വൈതാശ്രമത്തിൽ ഇതുപോലെ ഗുരുദേവൻ്റെ മറ്റൊരു ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ രൂപം നൽകിയ സഹോദര സംഘത്തിൻ്റെ വലിയൊരു സമ്മേളനം നടക്കുകയുണ്ടായി. സാഹോദര്യം സർവത്ര എന്ന ഒരു സന്ദേശം
ഗുരുദേവൻ ആ സമ്മേളനത്തിന് ആശംസയായിട്ട് എഴുതി കൊടുക്കുകയും ഉണ്ടായി. എന്ന് മാത്രമല്ല, സഹോദരനയ്യപ്പൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജാതി ദർശനത്തെ മുൻനിർത്തിക്കൊണ്ട് മനുഷ്യരെല്ലാവരും തുല്യരാണെന്നും ഒരൊറ്റ ജാതിയിൽപ്പെട്ടതാണ് എന്നുമുള്ള ഗുരുവിൻ്റെ ഏകജാതി സിദ്ധാന്തത്തെ മുൻനിർത്തിക്കൊണ്ട് തൻ്റെ കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ചപ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് പന്തിഭോജനമായിരുന്നു. എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നതാണ് പന്തിഭോജനം. ഇന്നത് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നുകയില്ല എങ്കിലും അക്കാലത്ത് വഴിയിലൂടെ നടക്കാൻ പോലും താഴ്ന്ന ജാതി എന്ന് വ്യവഹരിക്കപ്പെട്ടിരുന്ന സമൂഹത്തിൽപ്പെട്ടവർക്ക് സാധ്യമല്ലാതിരുന്ന കാലയളവിൽ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുക എന്നുള്ളത് അത്യന്തം വിപ്ലവകരമായിട്ടുള്ളൊരു നടപടിയായിരുന്നു. സഹോദരനയ്യപ്പനെ ഏറ്റവും കൂടുതൽ അക്കാലത്ത് എതിർത്തത് ഈഴവ സമൂഹത്തിലെ തന്നെ യാഥാസ്ഥികരായിട്ടുള്ള കുറേ പേരാണ്. അവർ സഹോദരനയ്യപ്പനെ എതിർത്തു എന്ന് മാത്രമല്ല, സഹോദരൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുമതിയോ അംഗീകാരമോ ഇല്ല എന്ന് അവർ പ്രചരിപ്പിക്കുവാൻ തുടങ്ങി. അങ്ങനെ പ്രചരിപ്പിച്ചപ്പോൾ സഹോദരനയ്യപ്പന് അത് വളരെ വിഷമം തോന്നി. തൻ്റെ സങ്കടം തീർക്കുവാനായി ഗുരുവിൻ്റെ അടുക്കൽ ഇവിടെ വരികയും ഗുരുവിനോട് തൻ്റെ സങ്കടം പറയുകയും ചെയ്തപ്പോൾ ഗുരുദേവൻ അവിടുത്തെ കരങ്ങൾ കൊണ്ട് തന്നെ ഒരു മഹാസന്ദേശം എഴുതി സഹോദരനയ്യപ്പന് നൽകി. ആ സന്ദേശം ഇപ്രകാരമായിരുന്നു: മനുഷ്യരുടെ മതം, വേഷം, ഭാഷ എന്നിവ എന്തായിരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹം നടത്തുന്നതിനും പന്തിഭോജനം നടത്തുന്നതിലും യാതൊരു ദോഷവുമില്ല എന്നെഴുതിയിട്ട് അതിൻ്റെ അടിയിൽ നാരായണ ഗുരു എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. സഹോദരനയ്യപ്പനത് നാടുനീളെ പ്രചരിപ്പിക്കുകയും സഹോദരനെതിരായ എതിർപ്പുകൾ അങ്ങനെ ഇല്ലാതെയായി തീരുകയും ചെയ്തു. ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ ചരിത്രത്തിൽ വെച്ച് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയാൻ കഴിയുന്നത് 1924 മാർച്ച് മാസം 3-4 തീയതികളിലായി ഇവിടെ നടന്ന സർവമത സമ്മേളനമാണ്. എല്ലാ മതത്തിൽപ്പെട്ട പ്രതിനിധികളെയും ഒരു വേദിയിലേക്ക് ക്ഷണിച്ച് വരുത്തി അവരോട് ഗുരു നിർദ്ദേശിച്ചത് നിങ്ങൾ നിങ്ങളുടെ മതത്തിൻ്റെ മൂലതത്വങ്ങളെക്കുറിച്ച് ഇവിടെ പ്രസംഗിക്കണമെന്നാണ്. അപ്പോൾ പ്രസംഗകർക്ക് എന്ന വണ്ണം ഗുരു വലിയൊരു സന്ദേശം വലിയ അക്ഷരത്തിൽ തന്നെ ആദ്യം അവിടെ എഴുതി വച്ചിരുന്നു. അത് വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നായിരുന്നു. അപ്പോൾ ഈ ഒരു സന്ദേശത്തോടു കൂടിയാണ് സർവമത സമ്മേളനം ആരംഭിക്കുന്നത്. വന്നു ചേർന്ന പണ്ഡിതന്മാരെല്ലാം അതാത് മതങ്ങളെക്കുറിച്ചാണ് അവിടെ പ്രസംഗിച്ചത്. ആ സമ്മേളനം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തത് ശ്രീനാരായണ ഗുരുവായിരുന്നു. ആ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് മദ്രാസ് ഹൈക്കോടതിയിലെ ജസ്റ്റിസായിരുന്ന സദാശിവ അയ്യരായിരുന്നു. ആ സമ്മേളനത്തിന് സ്വാഗതം പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചത് ഗുരുദേവൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ സത്യവ്രത സ്വാമികളായിരുന്നു. മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ ആ പ്രസംഗം സത്യവ്രത സ്വാമികൾ അവിടെ വായിക്കുകയാണ് ചെയ്തത്. ഈ പ്രസംഗങ്ങളെല്ലാം തന്നെ എല്ലാ മതപണ്ഡിതന്മാരും അവരവരുടെ മതത്തെക്കുറിച്ച് നടത്തിയ പ്രസംഗങ്ങളൊക്കെ തന്നെ ശ്രീനാരായണ ഗുരു വേദിയിലിരുന്നു കൊണ്ട് തന്നെ കേൾക്കുകയും ഒടുവിൽ ഗുരു നടത്തിയ പ്രഖ്യാപനത്തിൽ ഗുരുദേവൻ പറഞ്ഞത്, ഇവിടെ കേട്ട പ്രസംഗങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നു: എല്ലാ മതങ്ങളുടെയും പരമമായ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ശിവഗിരിയിൽ നാം സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്ന മതമഹാപാഠശാലയിൽ എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കുന്നതാണ്. ഈ ആവശ്യത്തിലേക്കായി പൊതുജനങ്ങളിൽ നിന്ന് 5 ലക്ഷം രൂപ സമാഹരിക്കുവാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അന്ന് വലിയ തുകയാണ്. അന്ന് ഒരു പവൻ സ്വർണത്തിന് ഒരു 10 രൂപയിൽ കൂടുതൽ വിലയില്ലാതിരുന്ന കാലത്താണ് ഗുരു 5 ലക്ഷം രൂപ സമാഹരിക്കുവാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഗുരുവിൻ്റെ സങ്കല്പത്തിലുള്ള മതമഹാപാഠശാല എന്ന് പറയുന്നത് എല്ലാ മതത്തിൽപ്പെട്ട പണ്ഡിതന്മാരും ആചാര്യന്മാരായി വരികയും ജിജ്ഞാസുക്കളായി അവിടെ വന്നു ചേരുന്ന വിദ്യാർത്ഥികൾ എല്ലാ മതങ്ങളെക്കുറിച്ച് പഠിക്കുകയും അങ്ങനെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ സാരാംശത്തിൽ എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി
ഈ മതമഹാപാഠശാലയിൽ നിന്ന് പുറത്തു വരികയും അവർ ഈ മഹത്തായ ദർശനം ലോകമെങ്ങും പ്രചരിപ്പിക്കുന്ന ഒരു സംവിധാനത്തെയാണ് ഗുരു സങ്കല്പിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുരുവിൻ്റെ സങ്കല്പം എത്ര മഹത്തായിരുന്നു എന്ന് ഓർക്കുക.